ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5-ാമത്തെ ശ്ലോകമാണ്. ദേവിയുടെ 15-ാമത്തെ നാമവും 16-ാമത്തെ നാമവും കാണാം. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥലശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. അഷ്ടമീ ചന്ദ്രൻ, അതായത് നമ്മൾ അഷ്ടമി എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ചന്ദ്രൻ്റെ ആ ഒരു 8-ാമത്തെ ദിവസം, ന്യൂ മൂൺ എന്ന് പറയുന്ന ആ ചന്ദ്രൻ്റെ ഇതിൽ നിന്നും 8-ാമത്തെ ദിവസത്തെയാണ് അഷ്ടമി എന്ന് നമ്മൾ ആ ദിവസത്തെ പറയുന്നത്. അപ്പോൾ കാണുന്ന ആ ചന്ദ്രൻ എങ്ങനെയെന്നാൽ പൂർണ്ണ ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ചന്ദ്രനിൽ നിന്നും 8-ാമത്തെ ദിവസം പകുതിയായിട്ട് മാറും. അപ്പോൾ അത് അരചന്ദ്രനായിട്ട് മാറും. ആ ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആ ഒരു പ്രഭയോട് കൂടിയാണ് ദേവിയുടെ നെറ്റിത്തളം കാണപ്പെടുന്നത്. ദളിക സ്ഥല ശോഭിത. സ്ഥല എന്നാൽ ആ ഇടത്തെ കുറിക്കുന്നു. ദളിക സ്ഥല, ദളിക എന്നാൽ നെറ്റിത്തടം, ശോഭിത അത്രയും നല്ല രീതിയിൽ ശോഭിച്ചിരിക്കുന്നു ദേവി. അപ്പോൾ അഷ്ടമിക്ക് കാണപ്പെടുന്ന ചന്ദ്രൻ എങ്ങനെയാണോ ശോഭിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ദേവിയുടെ നെറ്റിത്തളത്തിൽ ആ ശോഭ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. കാരണം ദേവിയുടെ കിരീടം പകുതിയും മറയ്ക്കും നെറ്റിത്തടം. അപ്പൊ ബാക്കിയുള്ളത് ഒരു ചന്ദ്രനെ പോലെ ഇങ്ങനെ ശോഭിച്ചിരിക്കും. അതേ രീതിയിൽ 16-ാമത്തെ നാമം മുഖ ചന്ദ്ര കളങ്കാമ മൃഗനാഭി വിശേഷക. എങ്ങനെയാണോ മുഖം, ദേവിയുടെ മുഖത്ത് ഒരു ചന്ദ്രമുഖം എങ്ങനെയാണോ രാത്രിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ഇരുട്ടിൻ്റെ ഒരു നിഴൽ പോലെ നമുക്ക് തോന്നുന്നത് പോലെയായിരിക്കും. കളങ്കാഭ, ദേവിയുടെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഇട്ടിരിക്കുന്നു. മൃഗനാഭി, അത് ചന്ദനത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധത്തോടു കൂടി വിശേഷക, വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അത് വളരെ ശോഭിച്ച് തിളങ്ങുന്ന ആ മുഖത്ത് ഒരു കുറിയിരിക്കുന്നത് ഒരു നിയലാട്ടം പോലെ, ഒരു ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനിൽ എങ്ങനെയാണോ ഒരു നിയല് പോലെ നമുക്ക് തോന്നുന്നത്, അതുപോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ദേവിയുടെ 15-ാമത്തെയും 16-ാമത്തെ നാമമാണ് നമ്മളിവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളിക സ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. താങ്ക് യു.